നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും കുന്നംകുളത്തെ UDF സ്ഥാനാർത്ഥി PT അജയ്മോഹൻ കളത്തിലിറങ്ങി. രാവിലെ കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. മേഖലയിലെ മുന്നണി നേതാക്കളെയും പൗരപ്രമുഖരെയും നേരിൽ കണ്ടു. കുന്നംകുളം തിരിച്ചുപിടിക്കുമെന്ന PT അജയ്മോഹൻ. കൊടുങ്ങല്ലൂർ 2020 നൽകിയതോടെ അനിശ്ചിതാവസ്ഥയിലായ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B ഗോപാലകൃഷ്ണനൊടുവിൽ ആശ്വാസം. ഗുരുവായൂർ BJP സ്ഥാനാർത്ഥിയായി ഗോപാലകൃഷ്ണനെ പ്രഖ്യാപിച്ചു. തൃത്താലയിൽ V ഉണ്ണികൃഷ്ണൻ മത്സരിക്കും. BJPയുടെ രണ്ടാം ഘട്ട പട്ടികയിൽ ഇടം നേടിയത് കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെ 39 പേർ. ചൂണ്ടലിൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികയായ യുവതിക്ക് ദാരുണാന്ത്യം. ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിക്ക് പരിക്ക്. തലക്കോട്ടുകര സ്വദേശി പള്ളിക്കുളം വീട്ടിൽ റാഫിയുടെ മകൾ 20 വയസ്സുള്ള ഫർസാനയാണ് മരിച്ചത്. അപകടം ചൂണ്ടൽ പാറപ്പുറം ക്ഷേത്രത്തിന് സമീപം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളത്തെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇറങ്ങുന്ന PT അജയ്മോഹൻ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് PT അജയ്മോഹൻ കളത്തിലിറങ്ങിയത്. ക്ഷേത്രത്തിലെത്തിയ സ്ഥാനാർത്ഥിയെ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KK സുബിദാസിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തുടർന്ന് ഭക്തജനങ്ങളെ നേരിൽ കണ്ട് അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ചു. മുൻ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ PT മോഹനകൃഷ്ണന്റെ മകനും KPCC ജനറൽ സെക്രട്ടറിയുമായ അജയ്മോഹൻ തന്റെ പിതാവിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചാണ് മണ്ഡലത്തിൽ സജീവമാകുന്നത്. പ്രമുഖ നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ചയും നടത്തി. ക്ഷേത്രദർശനത്തിന് ശേഷം മുൻ നഗരസഭാ ചെയർമാനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ CV ബേബിയുടെ വസതിയിലാണ് ആദ്യമെത്തിയത്. ഏറെ നേരം ബേബിയുമായി രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തു. തുടർന്ന് കാണിപ്പൂർ മനയിലെത്തി അനുഗ്രഹം വാങ്ങിയ ശേഷം അദ്ദേഹം മണ്ഡലത്തിലെ വിവിധ ആശുപത്രികളിലും പര്യടനം നടത്തി. കുന്നംകുളത്ത് വിജയപ്രതീക്ഷ പ്രകടിപ്പിച്ച അദ്ദേഹം സംസ്ഥാനത്ത് UDF ഭരണത്തിലെത്തുമെന്നും വ്യക്തമാക്കി. 10 വർഷം നമ്മൾ കേരളത്തിൽ പിന്നോട്ട് വലിച്ച ഒരു സർക്കാർ. ഞാൻ ഒരു അമ്പലത്തിൻ്റെ നടുക്കിൽ നിന്നാണ് പറയുന്നത്. വിശ്വാസികൾക്ക് എതിരെ അയ്യപ്പനടക്കം കക്കാൻ ശ്രമിച്ച ഗവൺമെൻറ്, കാർഷിക മേഖലയെ തകർത്തൊരു ഗവൺമെൻറ്, സഹകരണ മേഖലയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. സഹകരണ മേഖലയിൽ നടത്തിയ അഴിമതി, ഇതിനൊക്കെ ഉള്ള ഒരു പ്രതിവിധി UDF അധികാരത്തിൽ വരലാണ്. ആ UDFനെ വിജയിപ്പിക്കാൻ. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, മുൻ UDF ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, DCC സെക്രട്ടറിമാരായ KC ബാബു, ബിജോയ് ബാബു, KSU തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, നിയോജകമണ്ഡലം പ്രസിഡന്റ് അക്ഷയ് വെള്ളറക്കാട് എന്നിവരും ജയ്സിംഗ് കൃഷ്ണൻ, ഷാജി ആലിക്കൽ, MS മണികണ്ഠൻ, റോഷിത് ഓടാട്ട് തുടങ്ങിയവരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലെ വിവിധ ആരാധനാലയങ്ങൾ, കോളേജുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം തുടരും. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടും. ഇന്ന് പ്രഖ്യാപിച്ച BJP രണ്ടാം ഘട്ട പട്ടികയിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടായത്. കൊടുങ്ങല്ലൂരിൽ ചുവരെഴുത്തടക്കം B ഗോപാലകൃഷ്ണനായി പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരുന്നു. ഇതിനിടെ കൊടുങ്ങല്ലൂർ മണ്ഡലം 2020 നൽകുവാൻ തീരുമാനമാവുകയായിരുന്നു. തുടർന്നാണ് രണ്ടാം ഘട്ട പട്ടികയിൽ ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടത്. 39 പേരുടെ പട്ടികയാണ് ഇന്ന് പുറത്തുവിട്ടത്. ആറന്മുളയിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കും. CPI വിട്ട CC മുകുന്ദൻ നാട്ടികയിൽ നിന്ന് മത്സരിക്കും. തൃത്താലയിൽ V ഉണ്ണികൃഷ്ണനാണ് സ്ഥാനാർത്ഥി. ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണൻ കുണ്ടറയിൽ നിന്ന് ജനവിധി തേടും. തിരുവനന്തപുരം സെൻട്രൽ, കണ്ണൂർ എന്നിവിടങ്ങൾ ഒഴിച്ചിട്ടുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ BDJ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട KR റജിൽ മണ്ഡലത്തിൽ സജീവ പ്രചരണത്തിന് തുടക്കം കുറിച്ചു. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ക്ഷേത്രത്തിലെത്തിയ സ്ഥാനാർത്ഥിയെ പ്രസിഡന്റ് KK സുബിദാസിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം തേടിയ റജിൽ അവിടെയുണ്ടായിരുന്ന ഭക്തജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. BDJS തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റായ ഇദ്ദേഹം പെരുമ്പിലാവ് സ്വദേശിയാണ്. പ്രാദേശിക വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന വ്യക്തി എന്ന നിലയിൽ വലിയ ആവേശത്തോടെയാണ് BDJS BJP പ്രവർത്തകർ അദ്ദേഹത്തെ വരവേറ്റത്. ക്ഷേത്രദർശനത്തിനു ശേഷം പ്രശസ്ത വാദ്യകലാകാരൻ കക്കാട് രാജപ്പന്മാരാരുടെ വസതി സന്ദർശിച്ച സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടി. തുടർന്ന് RSS കാര്യാലയം, കാണിപ്പയ്യൂർ തിരുമേനി എന്നിവരെയും സന്ദർശിച്ചു. അഞ്ഞൂർ, ആർത്താറ്റുപള്ളി എന്നിവിടങ്ങളിലും വിവിധ ആശുപത്രികൾ, കോളേജുകൾ എന്നിവിടങ്ങളിലും അദ്ദേഹം പര്യടനം നടത്തും. സ്ഥാനാർത്ഥിക്കൊപ്പം BJP സംസ്ഥാന സമിതി അംഗം PV ചന്ദ്രശേഖരൻ, BDJS ജില്ലാ സെക്രട്ടറി ശശികുമാർ മാങ്ങാടൻ,
വൈസ് പ്രസിഡന്റ് CB ശ്രീഹരി, BJP OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രജീഷ് ഐനൂർ, BDMS ജില്ലാ പ്രസിഡന്റ് ശോഭന കുന്നത്ത് തുടങ്ങിയ പ്രമുഖ നേതാക്കളുമുണ്ടായിരുന്നു. മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ ഉറപ്പാക്കുന്നതിനായി വരും ദിവസങ്ങളിൽ വിദ്യാലയങ്ങൾ, കോളേജുകൾ, വിവിധ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ വിപുലമായ പര്യടനം നടത്താനാണ് സ്ഥാനാർത്ഥിയുടെ തീരുമാനം. പ്രാദേശിക വികസന മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള KR റജിലിന്റെ സ്ഥാനാർത്ഥിത്വം കുന്നംകുളത്ത് ശക്തമായ പോരാട്ടത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. പ്രവർത്തകരിൽ ആവേശത്തിരകൾ ഉയർത്തി മണലൂരിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിന്റെ റോഡ് ഷോ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടെ മണലൂർ മണ്ഡലത്തിൽ സജീവമായിരുന്നു. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ അനീഷ് കുമാർ. കഴിഞ്ഞ ദിവസം വൈകിട്ട് വാടാനപ്പള്ളി ഗണേശമംഗലത്ത് നിന്നും ആരംഭിച്ച റോഡ് ഷോ കേച്ചേരി സെന്ററിൽ സമാപിച്ചു. നിരവധി ഇരുചക്ര വാഹനങ്ങളിലും മറ്റു വാഹനങ്ങളിലുമായി നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന റോഡ് ഷോ ജനമനസ്സുകൾ കീഴടക്കിയാണ് മുന്നേറിയത്. രാത്രി ഏറെ വൈകിയും സ്ഥാനാർത്ഥിയെ കാണാൻ പാതയോരങ്ങളിൽ ജനങ്ങൾ കാത്തുനിന്നു. മുൻ കേന്ദ്രമന്ത്രി ഭവന്ത് കുബെ റോഡ് ഷോയിൽ അണിനിരന്നതും പ്രവർത്തകരുടെ ആവേശമുയർത്തി. വികസിത കേരളം സൃഷ്ടിക്കും, മാറാത്ത മണലൂരും ഇത്തവണ മാറും എന്ന മുദ്രാവാക്യമുയർത്തിയാണ് റോഡ് ഷോ നടത്തിയത്. വാടാനപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച് കാഞ്ഞാണി, വെങ്കിടങ്ങ്, മുല്ലശ്ശേരി, പാവറട്ടി, തൈക്കാട്, കണ്ടാണശ്ശേരി, ചൂണ്ടൽ തുടങ്ങിയ മേഖലകളിലൂടെ സഞ്ചരിച്ച് റോഡ് ഷോ കേച്ചേരിയിൽ സമാപിച്ചു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതാക്കളായ പ്രവീൺ പനങ്ങാട്ട്, സേവ്യർ പള്ളത്ത്, ജസ്റ്റിൻ ജേക്കബ്, ഭഗീഷ് പുരാടൻ, സബീഷ് മരതയൂർ, സുധീർ, MR വിശ്വൻ, സുജിത്ത് പണ്ടാരിക്കൽ, ഗിനീഷ്, ബിജു പാലുവായ്, ഷൈജു, മനോജ് മാനിന, സർജു തോയക്കാവ്, സന്തോഷ് കോലാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയമോഹൻ എരുവപ്പെട്ടിൽ പ്രചരണം നടത്തി. പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങൾ, ദേവാലയങ്ങൾ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ട വോട്ടഭ്യർത്ഥന നടത്തിയത്. പതിയാരം സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടത്തിയ പര്യടനത്തിൽ പള്ളി വികാരി ഫാദർ ജോയ് ചിറ്റലപ്പള്ളിയോട് വോട്ടഭ്യർത്ഥന നടത്തി. KPCC അംഗം ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ സുരേഷ് മമ്പറമ്പിൽ, അഡ്വക്കേറ്റ് CB രാജീവ്, UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, TK ദേവസി, PS സുനീഷ്, ബിജോയ് ബാബു, NK കബീർ, സഫീന അസീസ് എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി കേരളത്തെ കട്ടുമുടിക്കുക മാത്രമല്ല, കേരളത്തെ പിറകോട്ട് വലിച്ച് കടക്കണിയിൽ എത്തിച്ച നമ്മുടെ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധി, അതുപോലെ തന്നെ ശബരിമല വിശ്വാസികൾക്ക് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിൽ കവർച്ചയും നടത്തി, സഹകരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ കടക്കൽ കത്തിവെച്ച ഒരു ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ UDFന്റെ ഒരു പുതുയുഗ പിറവിക്ക് വേണ്ടി ഒരു പുതിയ UDF, ടീം UDF അതായിരിക്കും കേരളത്തിൽ ഈ വരുന്ന ഏപ്രിൽ 9 തീയതിക്ക് ശേഷം വരാൻ പോകുന്നത്. ഏതായാലും ഈ കുന്നംകുളത്തെ ജനം ഇത്തവണ UDFനെ കൈവിടില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് ഓരോരുത്തരുടെ മുഖഭാവത്തു നിന്നും ഓരോരുത്തരെ സമീപിക്കുമ്പോഴും തരുന്നുണ്ട്. അത് തന്നെയാണ് എന്റെയും എന്റെ പാർട്ടിയുടെയും UDFന്റെയും ഊർജം. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയമില്ല, ഈ തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കാൻ പോകുന്നത്. മറ്റു വാർത്തകൾ. ചൂണ്ടലിൽ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികയായ യുവതിക്ക് ദാരുണാന്ത്യം. ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിക്ക് സാരമായി പരിക്കേറ്റു. തലക്കോട്ടുകര സ്വദേശി പള്ളിക്കുളം വീട്ടിൽ റാഫി മകൾ 20 വയസ്സുള്ള ഫർസാനയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന വേലൂർ RMS സ്വദേശി പള്ളിക്കുളം വീട്ടിൽ ഷമീർ മകൾ 15 വയസ്സുള്ള ഫാത്തിമയ്ക്ക് സാരമായി പരിക്കേറ്റു. ചൂണ്ടൽ പാർപ്പുറം ക്ഷേത്രത്തിന് സമീപം ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. ഇരുവരെയും കേച്ചേരി എക്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വൈകിട്ടോടെ ഫർസാനയ്ക്ക് മരണം സംഭവിക്കുകയായിരുന്നു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണ തിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ഫാദർ ബെന്നി കിടങ്ങൻ മുഖ്യ കാർമ്മികനായി. ഫാദർ ജോസ് ചെർപ്പണത്ത് സന്ദേശം നൽകി. ഫാദർ ലിവിൻ ചൂണ്ടൽ സഹകാർമ്മികനായി. ആഘോഷമായ റാസ കുർബാനയും നോവേനയും തുടർന്ന് നേർച്ചയൂട്ടുമുണ്ടായി. രാത്രി 10 മണിയോടെ വിവിധ സംഘടനകളുടെ തേര്, വള, എഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ എത്തിച്ചേരും. തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ, കൈക്കാരന്മാരായ ജെയ്സൺ വടക്കൂട്ട്, ജോസൺ KA, OT ജോസഫ് ലിയോ, KJ ബാബു എന്നിവർ നേതൃത്വം നൽകും. പാറന്നൂർ സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണത്തിരുനാൾ ആഘോഷിച്ചു. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 6 മണിക്ക് ആഘോഷമായ ദിവ്യബലിയും ലതീഞ്ഞും നൊവേനയും നടന്നു. തുടർന്ന് വിഭവസമൃദ്ധമായ നേർച്ചകൂട്ടും ഉണ്ടായിരുന്നു. തിരുനാൾ ദിവ്യബലിക്ക് ഇടവക വികാരി ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ VT ബാബു, ജിൻഡോ തരകൻ, ഊട്ട് കൺവീനർ സെബി വാഴപ്പള്ളി എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി.
കുന്നംകുളം കേന്ദ്രമാക്കി 2003 മുതൽ പ്രവർത്തിച്ചു വരുന്ന കുന്നംകുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 25 മുതൽ തിമിര പരിശോധനയും മിതമായ നിരക്കിൽ ശസ്ത്രക്രിയയും ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ മാസവും അവസാന ബുധനാഴ്ചകളിൽ പാലിയേറ്റീവ് ക്ലിനിക്കിൽ വെച്ചാണ് പരിശോധനകൾ നടക്കുക. പരിശോധനയിൽ ശസ്ത്രക്രിയ വേണമെന്ന് കണ്ടെത്തുന്നവരെയായിരിക്കും കുറഞ്ഞ നിരക്കിൽ തിമിര ശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കുക. ആര്യ ഐ ക്ലിനിക്കിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മാസത്തിലെ അവസാന ബുധനാഴ്ചകളിൽ കോട്ടയിൽ റോഡിലുള്ള ക്ലിനിക്കിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് പരിശോധനകൾ നടക്കുന്നത്. ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കുന്നംകുളം നഗരസഭയുടെയും പരിധിയിൽ 2 പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ കിടപ്പ് രോഗികൾക്കും മാറാവ്യാധിയുള്ളവർക്കും ആശ്രയ കേന്ദ്രമാണ്. ഡോക്ടറുടെ സാന്നിധ്യത്തിൽ OP പരിശോധന, ഫിസിയോതെറാപ്പി, സൈക്കോളജി ക്ലിനിക്ക്, നഴ്സ് ആൻഡ് വളണ്ടിയേഴ്സ്, ഹോം കെയർ യൂണിറ്റ് എന്നീ സേവനങ്ങൾ പാലിയേറ്റീവ് കെയർ സെന്ററിൽ ലഭ്യമാണ്. കൂടാതെ ഓക്സിജൻ മെഷീൻ, സക്ഷൻ മെഷീൻ, ആശുപത്രി കൂട്ട്, വീൽചെയർ വാക്കർ, എയർബെഡ്, കോളോ ബാഗ് തുടങ്ങിയ ഉപകരണങ്ങളും യൂണിറ്റിൽ നിന്ന് നൽകുന്നുണ്ട്. ഓണം, വിഷു, ക്രിസ്മസ്, ഈസ്റ്റർ, പെരുന്നാൾ തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ അമല ഫെലോഷിപ്പിന്റെ സഹകരണത്തോടെ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തിവരുന്നുണ്ട്. ഈ സേവനങ്ങൾക്ക് പുറമെയാണ് കണ്ണ് പരിശോധനയും സൗജന്യ നിരക്കിൽ തിമിര ശസ്ത്രക്രിയയും ആരംഭിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഭാരവാഹികളായ KM ഗഫൂർ, ഡോക്ടർ KV ദേവദാസ്, ബക്കർ പെൻകോ എന്നിവർ പങ്കെടുത്തു. വേലൂർ തയ്യൂരിൽ കാട്ടുപന്നി ഇടിച്ച് ബൈക്ക് മറിഞ്ഞ് തയ്യൂർ ക്ഷീരസംഘം സെക്രട്ടറി ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്ക്. തയ്യൂർ മേലെപ്പുരയ്ക്കൽ കൃഷ്ണൻ, ക്ഷീരസംഘം സെക്രട്ടറിയായ ഭാര്യ സുജ, ഇവരുടെ മകൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു അപകടം. വീട്ടിലേക്ക് വരുന്നതിനിടയിൽ വേലൂർ ചുങ്കം റോഡിൽ വെച്ച് റോഡിന് കുറുകെ ഓടിയ കാട്ടുപന്നി ബൈക്കിലിടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട് മറിഞ്ഞ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ സുജയ്ക്ക് തലയ്ക്കും കൃഷ്ണനും മകൾക്കും തോളിനും പരിക്കേറ്റു. പരിക്കേറ്റ 3 പേരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബാല്യത്തിലെ കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടിട്ടും അലൻ തളർന്നിരുന്നില്ല. സ്വയപ്രയത്നം കൊണ്ട് ഉന്നതികളിലെത്തിയ അലന്റെ ജീവിതത്തിൽ വീണ്ടും വിധി കരിനിഴൽ വീഴ്ത്തുകയാണ്. രോഗാവസ്ഥ മൂലം അരയ്ക്ക് താഴെ തളർന്ന യുവാവ് സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. കണ്ടാണശ്ശേരി പന്തായിൽ വീട്ടിൽ 32 വയസ്സുള്ള അലൻ സെക്യൂരിറ്റി ജീവനക്കാരനായ സുനിലിന്റെയും വത്സലയുടെയും മകനാണ്. 2 വയസ്സുള്ളപ്പോൾ ഗുരുതര രോഗത്തെ തുടർന്ന് തിരുവനന്തപുരം RCCയിൽ ശസ്ത്രക്രിയയിലൂടെ ഒരു കണ്ണ് നീക്കം ചെയ്തിരുന്നു. 5-ാം വയസ്സിൽ രണ്ടാമത്തെ കണ്ണിനും കാഴ്ച നഷ്ടമായി. എന്നിട്ടും അലൻ പോരാടി. കുന്നംകുളം അന്ധവിദ്യാലയത്തിലും ബോയ്സ് ഹൈസ്കൂളിലും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം. തൃശൂർ കേരളവർമ്മ കോളേജിൽ നിന്നും ഫങ്ഷണൽ ഇംഗ്ലീഷിൽ ബിരുദം നേടി. പഠിപ്പിച്ച അധ്യാപകരെല്ലാം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗിൽ അലന്റെ പ്രതിഭ തിരിച്ചറിഞ്ഞു. ഡൽഹിയിൽ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ പഠനം നടത്തി. ഞാൻ പഠിച്ചതൊക്കെ തൃശ്ശൂർ കേരളവർമ്മ കോളേജിലാണ്. ചെറുപ്പം തൊട്ട് കാഴ്ചയ്ക്ക് ഈ പ്രശ്നം ചെറുപ്പത്തിലുണ്ടായതായിരുന്നു. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതൽ IT-യോടായിരുന്നു താല്പര്യം കൂടുതൽ. ഡിഗ്രി പഠിച്ചത് ആർട്സ് സബ്ജക്റ്റ് ആണെങ്കിലും പഠിക്കുന്ന കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറിലായിരുന്നു താല്പര്യം കൂടുതൽ. അതുകൊണ്ട് തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാംഗ്ലൂരായിരുന്നു. അതിനിടയ്ക്കാണ് എനിക്ക് പെട്ടെന്ന് ഈ അസുഖം വരുന്നത്. ആദ്യം കാലിൽ ഇങ്ങനെ ഒരു തരിപ്പ് പോലെ അനുഭവപ്പെടുമായിരുന്നു. അത് തരിപ്പ് പറയുമ്പോൾ നമുക്കവിടെ സെൻസിറ്റിവിറ്റി ഇല്ലാതെയായി. പെട്ടെന്ന് അവിടെ തൊടുമ്പോഴോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും അറിയാതെയായിരുന്നു. ചെരുപ്പൊക്കെ ഇടുമ്പോൾ ചെരുപ്പ് തനിയെ ഉരുകുമായിരുന്നു. പിന്നീട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ കാല് നിവരാതി. ഡോക്ടർമാർക്ക് സഹായകരമാകുന്ന പ്രോഗ്രാമിനായി 2016 മുതൽ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തി. പ്രോഗ്രാം സർക്കാരിന് സമർപ്പിച്ചു. ബംഗളൂരുവിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായി ജോലി ചെയ്തു വരികയായിരുന്നു. വൈദ്യശാസ്ത്ര രംഗത്ത് സഹായകമാകുന്ന പദ്ധതിക്ക് സോഫ്റ്റ്വെയർ രൂപകൽപ്പന ചെയ്ത് സർക്കാരിന് സമർപ്പിച്ച് അംഗീകാരത്തിനായി കാത്തിരിക്കുമ്പോഴാണ് ന്യൂറോളജിക്കൽ പാരലൈസ്ഡ് കണ്ടീഷൻ എന്ന മസിൽ ഉറച്ചുപോകുന്ന രോഗാവസ്ഥ ബാധിച്ചത്. രോഗം മൂലം അരയ്ക്ക് താഴെ തളർന്നു, നടക്കാൻ കഴിയാതായി. ഇപ്പോൾ ഡോക്ടർമാർ പറയണത് സർജറി ചെയ്യാതെ കാലിൻ്റെ മസിൽസ് ഉറച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും സർജറി ചെയ്യണമെന്നാണ് പറയണത്. സർജറി ചെയ്താലും നടക്കാനുള്ള ചാൻസ് ഒരു ക്രച്ചസിൻ്റെ സഹായത്തോടു കൂടി നടക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറയണത്. എന്നിരുന്നാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓൾറെഡി കാഴ്ചയില്ല. അപ്പോൾ നടക്കാൻ കൂടി പറ്റാതാകുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇവനൊരു ക്രച്ചസിൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെ നടക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണല്ലോ. അലൻ ഇപ്പോൾ കൊച്ചി അമൃത ആശുപത്രിയിലാണ്.
എഴുന്നേറ്റ് നടക്കണമെങ്കിൽ മസിലിന് അയവ് വരുത്തുന്ന ശസ്ത്രക്രിയ ചെയ്യണം. ഇതിന് 5 ലക്ഷം രൂപ ആവശ്യമാണ്. പണമില്ലാത്തതിനാൽ ചികിത്സ നീണ്ടുപോകുകയാണ്. ചികിത്സയ്ക്കും പഠനത്തിനുമായി വീട് വിറ്റു. ശാരീരിക പരിമിതികളെ ഇച്ഛാശക്തി കൊണ്ട് നേരിട്ട അലന് നടക്കാൻ കഴിയാതായതോടെ മനസ്സും തളർന്നുപോയി. സുമനസ്സുകൾ കഴിയുന്ന സഹായങ്ങൾ ചെയ്താൽ അലന് വലിയ കൈത്താങ്ങാകും. പന്നിത്തടം ഗേങ്ങേസ് കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. ടെൽകോൺ കൺവെൻഷൻ സെന്ററിൽ നടത്തിയ നോമ്പുതുറ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് അഡ്വക്കേറ്റ് KN പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഗേങ്ങേസ് ക്ലബ് മെമ്പർ ആഷിഫ് അഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പന്നിത്തടം മഹല്ല ഖത്തീബ് മുഹമ്മദ് സ്വാലിഹ് അൻവരി റമദാൻ സന്ദേശം നൽകി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, ഗേങ്ങേസ് ക്ലബ് സെക്രട്ടറി KC നിഖിൽ, പ്രസിഡന്റ് TB ബബിൻ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് അംഗങ്ങളായ V ശങ്കരനാരായണൻ, സൈബുന്നീസ ഷറഫു എന്നിവരും സംബന്ധിച്ചു. സമൂഹ നോമ്പുതുറയിൽ 1000-ലേറെ പേർ പങ്കെടുത്തു. വടക്കേക്കാട് മണികണ്ഠേശ്വരം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവത്തിന്റെയും വേട്ടയ്ക്കൊരു മകൻ പാട്ടിന്റെയും ഭാഗമായി കൂറയിടൽ കർമ്മം നടന്നു. വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് താലപ്പൊലി മഹോത്സവവും വേട്ടയ്ക്കൊരു മകൻ പാട്ടും നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി വ്യാഴാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളുണ്ടായിരുന്നു. കുടുംബൈശ്വര്യത്തിനും ദാമ്പത്യ ദൃഢത, കർമ്മസിദ്ധി എന്നിവയ്ക്കായി കിരാത പാർവതി പൂജയും ഒറ്റപ്പം പ്രധാന നിവേദ്യവുമുണ്ടായി. പൂജകൾക്ക് ക്ഷേത്രം ശാന്തി ഗോപാലകൃഷ്ണൻ നേതൃത്വം നൽകി. ബേബി കുറുപ്പ് പട്ടാമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു വേട്ടേക്കരൻ പാട്ട് കൂറയിടൽ ചടങ്ങ് നടത്തിയത്. താലപ്പൊലി ദിവസമായ വെള്ളിയാഴ്ച രാവിലെയും വൈകിട്ടും പറനിറയ്ക്കൽ, ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ എന്നിവ ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവള്ളയന്നൂർ ക്ഷേത്രത്തിൽ നിന്നും ഭഗവാനെ എഴുന്നള്ളിപ്പോടുകൂടി കൊണ്ടുവന്നതിനു ശേഷം പകൽപൂരം ആരംഭിക്കും. വൈകിട്ട് 6:15 ദീപാരാധന, അത്താഴപൂജ, തായമ്പക, താലപ്പൊലി എന്നിവയും രാത്രി 1 മണിക്ക് ഭഗവതിക്ക് കളം എഴുത്തുപാട്ടും ഉണ്ടായിരിക്കും. പരിപാടികൾക്ക് ചെയർമാൻ രാധാകൃഷ്ണൻ, മണിക്കുട്ടൻ, ഗംഗാധരൻ, രാജൻ, ക്ഷേത്രം ക്ലർക്ക് സുധാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി. GMA പ്രസിഡന്റ് TN മുരളി ഉദ്ഘാടനം ചെയ്തു. വനിതാ വിംഗ് പ്രസിഡന്റ് ടെസി ഷൈജോ അധ്യക്ഷത വഹിച്ചു. റഹ്മാൻ തിരുനെല്ലൂർ റമദാൻ സന്ദേശം നൽകി. രാഗി സുനിൽകുമാർ, നീതു ബിനീഷ്, പ്രിയ രാജേന്ദ്രൻ, ധന്യ പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ പറമ്പിൽ കെട്ടിയിരുന്ന പോത്തിനെ മോഷ്ടിച്ചതായി പരാതി. കോട്ടപ്പടി രായമരക്കാർ വീട്ടിൽ നൌഷാദിന്റെ 1.5 ലക്ഷത്തോളം രൂപ വില വരുന്ന പോത്തിനെയാണ് രാത്രിയിൽ മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയത്. കോട്ടപ്പടിയിൽ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ആളൊഴിഞ്ഞ പറമ്പിലായിരുന്നു 6 പോത്തുകളെ രാത്രിയിൽ കെട്ടിയിരുന്നത്. രാവിലെ നോക്കിയപ്പോഴാണ് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോത്തിനെ കാണുവാനില്ലെന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. പറമ്പിലേക്കുള്ള ഗേറ്റിന്റെ പൂട്ട് തകർത്ത നിലയിലായിരുന്നു. മോഷണവിവരം അറിഞ്ഞ ഉടൻ തന്നെ നൌഷാദ് ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. മോഷണം നടന്ന സ്ഥലത്ത് പോലീസ് എത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. പോത്തിനെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയതിന്റെ തെളിവുകൾ സ്ഥലത്ത് നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. രാത്രികാലങ്ങളിൽ സംശയാസ്പദമായ രീതിയിൽ വലിയ വാഹനങ്ങൾ ഈ മേഖലയിലൂടെ കടന്നുപോയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. കുടുംബം കൈവിട്ടതോടെ 3 പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തെ നടപ്പാതയിൽ അഭയം തേടിയ യുവതിക്കും മക്കൾക്കും പോലീസിന്റെയും വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെയും സ്നേഹത്തണൽ. ഇടുക്കി സ്വദേശിനിയായ 34-കാരിയെയും 6, 8, 9 വയസ്സുള്ള 3 പെൺമക്കളെയുമാണ് അധികൃതർ ഏറ്റെടുത്ത് തൃശൂരിലെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ഭർത്താവ് ഉപേക്ഷിച്ചതിനെ തുടർന്നാണ് നിരാലംബയായ യുവതി മക്കളുമായി തെരുവിലേക്കിറങ്ങിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്ഷേത്രത്തിന് സമീപത്തെ നടപ്പാതയിലായിരുന്നു ഇവർ അന്തിയുറങ്ങിയിരുന്നത്. പകൽ ക്ഷേത്രനടയിലെത്തും. പ്രസാദ ഊട്ടിൽ നിന്നുള്ള ഭക്ഷണമായിരുന്നു ഇവരുടെ ഏക ആശ്രയം. സ്കൂളിൽ പോകേണ്ട പ്രായത്തിലുള്ള കുട്ടികൾ പഠനം മുടങ്ങി തെരുവിൽ കഴിയുന്ന കാഴ്ച കണ്ടുനിന്ന നാട്ടുകാർക്ക് നോവായി. കുട്ടികളുമായി യുവതി ദുരിതമനുഭവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞയുടൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിനോദ് വലിയാറ്റൂരിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തുകയും യുവതിയുമായി സംസാരിക്കുകയും ചെയ്തു. യുവതിയുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ഉടനടി വനിതാ ശിശുക്ഷേമ വകുപ്പിനെ വിവരമറിയിച്ചു. തുടർന്ന് നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇവരെ തൃശൂരിലെ സർക്കാർ അംഗീകൃത അഭയകേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. അഭയകേന്ദ്രത്തിൽ എത്തിയതോടെ ഇവർക്ക് ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പായി. പഠനം മുടങ്ങിയ കുട്ടികളെ വീണ്ടും വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നതിനും
യുവതിക്ക് ആവശ്യമായ കൗൺസിലിംഗും സഹായങ്ങളും നൽകുന്നതിനും അധികൃതർ നടപടികൾ സ്വീകരിക്കും. ഒരു നാടിൻ്റെ ജാഗ്രതയും പോലീസിൻ്റെ സമയോചിതമായ ഇടപെടലുമാണ് ഈ കുടുംബത്തിന് പുതിയൊരു ജീവിതമായത്. ഇളവള്ളി സെന്റ് ആന്റണീസ് ഇടവകയിൽ കേരള ലേബർ മൂവ്മെന്റ് പതാക ദിനാചരണവും വിശുദ്ധ യൗസേ പിതാവിന്റെ മരണത്തിരുനാളും ആഘോഷിച്ചു. വ്യാഴാഴ്ച രാവിലെ 6:30 നടന്ന ദിവ്യബലിയിൽ മുഴുവൻ KLM അംഗങ്ങളും കാഴ്ച സമർപ്പണം നടത്തി. തുടർന്ന് KLM പതാക ഉയർത്തൽ ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് KM ആൻഡോ അധ്യക്ഷനായി. തുടർന്ന് അംഗങ്ങൾ പ്രതിജ്ഞയെടുത്ത ശേഷം മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനവും തൊഴിലാളി സംഗമവും നടന്നു. ചടങ്ങുകൾക്ക് യൂണിറ്റ് ഭാരവാഹികളായ വനിതാ വിഭാഗം പ്രസിഡന്റ് സീമ ഷാജു, സെക്രട്ടറി ലോഫി റാഫേൽ, ട്രഷറർ CK ജോയ്, ഷൈനി ഷാജി, രൂപതാ മേഖലാ സെക്രട്ടറി PI ഷാജു, മോട്ടോർ തൊഴിലാളി ഫോറം പ്രസിഡന്റ് സൈമൺ വടക്കൂട്ട്, മറ്റം ഫൊറോന പ്രസിഡന്റ് AA ഔസേഫ്, ജാൻസി ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൂരം വേല മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനും ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുവാനുമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി എന്നിവർ സംസാരിച്ചു. പൂരാഘോഷത്തോടനുബന്ധിച്ച് കൂട്ടായി നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് യോഗത്തിൽ വിശദീകരിച്ചു. ജനപ്രതിനിധികൾ പറപ്പൂക്കാവ് ദേവസ്വം വൈസ് പ്രസിഡന്റ് KA ബാലൻ, അംഗങ്ങളായ PG ഷൈൻ, KV ചന്ദ്രൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി P അബൂബക്കർ, ഹെൽത്ത് ഇൻസ്പെക്ടർ NS ജോസഫ്, ആക്ട്സ് കേച്ചേരി ബ്രാഞ്ച് ഭാരവാഹികൾ, KACB കേച്ചേരി, കൂനമൂച്ചി സെക്ഷനുകളിലെ ഉദ്യോഗസ്ഥർ, കുന്നംകുളം ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ച് ചർച്ചകളിൽ പങ്കെടുത്തു. ഏപ്രിൽ 1 പൂരശേഷം വൈകിട്ട് പൂരപ്പറമ്പ് ഹരിതകർമ്മസേന, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, മറ്റു സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ ഉപയോഗിച്ച് മാസ് ക്ലീനിംഗ് സംഘടിപ്പിക്കുന്നതിന് യോഗം തീരുമാനിച്ചു. ഹോട്ടലുകൾ, ഭക്ഷണപദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന ശക്തമാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ പൂരകമ്മിറ്റികൾ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള പ്രത്യേക ജാഗ്രത പുലർത്തുവാനും പോലീസിനോട് കർശന നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടാനും യോഗത്തിൽ തീരുമാനമെടുത്തു. തൃശൂർ അതിരൂപതയിൽ ആദ്യമായി സ്ഥാപിച്ച വേലൂർ ഫൊറോന പിതൃവേദിയുടെ നേതൃത്വത്തിൽ പുരുഷ ദിനം ആഘോഷിച്ചു. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിന്റെ മരണത്തിരുനാൾ ദിനത്തിന്റെ ഭാഗമായിട്ടാണ് പുരുഷ ദിനം ആചരിച്ചത്. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡേവിസ് ചിറമേൽ മുഖ്യാതിഥിയായി. ഫാദർ ജോൺ പേരാമംഗലം, ലാറ്റി ആന്റണി, ജോസഫ് മാത്യു എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പോയിരിക്കുകയായിരുന്നു, ബോംബെയിൽ. അവിടെ വിമൻസ് ഡേ ആ രൂപത്തിൽ മുഴുവൻ അമ്മമാര് ചേർന്നിട്ടുള്ള വിമൻസ് ഡേ ആയിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യം സൃഷ്ടിച്ചത് പുരുഷനെയാണ്. കൊടുത്തോ, കൈയടിച്ചു കൊടുത്തോളാം. കാരണം എന്നിട്ടാണ് ഒരു വാരിയലെടുത്തിട്ടാണ് സ്ത്രീനെ സൃഷ്ടിച്ചത്. അത് കരുതിയിട്ട് സ്ത്രീകൾക്ക് പരിഭവമൊന്നും വേണ്ട, വാരിയല്ലല്ലേ. ആ എല്ലിരിക്കുന്ന സ്ഥലം ഹൃദയത്തിൻ്റെ ഭാഗത്തു നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു പുരുഷനായി സൃഷ്ടിച്ച്, ദൈവം മനുഷ്യനായി വന്നപ്പോൾ ഒരു പുരുഷനായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. പുരുഷനും സ്ത്രീയും തമ്മിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, ബയോളജിക്കലായിട്ടുള്ള വ്യത്യാസം ഒഴിച്ച് ദൈവത്തിൻ്റെ ജീവൻ തന്നെയാണ് രണ്ട് വ്യക്തികളിലും, പുരുഷനായാലും സ്ത്രീയായാലും. അംഗീകാരങ്ങളുടെ നിറവിൽ വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ 2025-2026 അധ്യയന വർഷത്തിലെ ലിറ്റിൽ കൈറ്റ്സ് പ്രവർത്തനങ്ങളെ തുടർന്ന് കുന്നംകുളം ഉപജില്ലയിലെ മികച്ച യൂണിറ്റായിട്ടാണ് സ്കൂളിനെ തെരഞ്ഞെടുത്തത്. പ്രോഗ്രാമിംഗ് ആൻഡ് റോബോട്ടിക് വിഭാഗത്തിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനൈ PS-നെ സംസ്ഥാന ക്യാമ്പിലേക്ക് തെരഞ്ഞെടുത്തിരുന്നു. ജില്ലാ ക്യാമ്പിൽ ആനിമേഷൻ വിഭാഗത്തിൽ അഭിഷേക് രാജഗോപാലും പങ്കെടുത്തിരുന്നു. സ്കൂളിൽ നടത്തിയ റോബോട്ടിക് ഫെസ്റ്റിവലിൽ അനൈ പ്രോഗ്രാം ചെയ്ത് നിർമ്മിച്ച ഏതു ചോദ്യത്തിനും ഉത്തരം നൽകുന്ന പെറ്റ് റോബോ ശ്രദ്ധ നേടിയിരുന്നു. അനയുടെ നേതൃത്വത്തിൽ ലിറ്റിൽ കൈറ്റ് അംഗങ്ങൾ രൂപപ്പെടുത്തിയ സ്മാർട്ട് വേസ്റ്റ് ബിന്നും ഏറെ കൗതുകം നേടിയിരുന്നു. സ്കൂളിലെ മാലിന്യ നിർമ്മാർജ്ജനം ഇപ്പോൾ ഈ കുഞ്ഞൻ റോബോ വേസ്റ്റ് ബിൻ വഴിയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നയിക്കുന്നത് പ്രധാന അധ്യാപിക KS ജെൻസിയുടെ നേതൃത്വത്തിൽ ലിറ്റിൽ കൈറ്റ്സ് മെന്റർമാരായ ബിജിലി, അഞ്ജു എന്നിവർക്കൊപ്പം സ്കൂൾ IT കോർഡിനേറ്റർ ലിൻസി എന്നിവർ ചേർന്നാണ്. ഈ വർഷം വളരെയേറെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്.
കുന്നംകുളം ഉപജില്ലയിലെ ഏറ്റവും മികച്ച ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റായി ഞങ്ങളുടെ സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് കാരണമായത് അനൈ PS ആണ്. അനൈ PSഉം അഭിഷേക് രാജഗോപാലും ഈ 2 വിദ്യാർത്ഥികളാണ് ഇത്തവണ ഈ അനൈ PS സംസ്ഥാന ക്യാമ്പിലേക്ക് പ്രോഗ്രാമിംഗ് ആൻഡ് റോബോട്ടിക്സ് എന്ന വിഭാഗത്തിൽ സെലക്ഷൻ നേടിയിരിക്കുകയാണ്. ഇവർ 2 പേരും ജില്ലാ ക്യാമ്പ് വരെ പോയവരാണ്. അഭിഷേക് ആനിമേഷനിലും അനൈ പ്രോഗ്രാമിംഗിലും. അവിടെ നിന്നാണ് ഈ സംസ്ഥാന ക്യാമ്പിലേക്ക് അവർ സെലക്റ്റഡ് ആയിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ യൂണിറ്റ് മുഴുവൻ വളരെ സന്തോഷമുള്ളതാണ്. ലിറ്റിൽ കൈറ്റ്സ് ക്ലബിൽ അംഗങ്ങളല്ലാത്തവർക്കായി റോബോട്ടിക് വർക്ക്ഷോപ്പും സംഘടിപ്പിച്ചു. രക്ഷിതാക്കൾക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നിവയെ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ഈ അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ ഡിജിറ്റൽ വോട്ടിംഗ് സിസ്റ്റത്തിലാണ് നടത്തിയത്. അടുത്ത അധ്യയന വർഷം ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾ സ്വയം വികസിപ്പിച്ചെടുത്ത വോട്ടിംഗ് ആപ്പിലൂടെ തെരഞ്ഞെടുപ്പ് നടത്താനാണ് ആസൂത്രണം ചെയ്യുന്നത്. ഹൈടെക് സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക്, സൈബർ സുരക്ഷ, ആനിമേഷൻ, പ്രോഗ്രാമിംഗ് തുടങ്ങിയ സാങ്കേതിക മേഖലകളിൽ പരിശീലനം നൽകുന്ന സർക്കാർ പ്രൊജക്റ്റിൽ മേഖലയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്താനായതിന്റെ ആഹ്ലാദത്തിലും അഭിമാനത്തിലുമാണ് വിദ്യാലയം. സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന് മികവാർന്ന നേട്ടങ്ങളാണ് പറയാനുള്ളത്. ഈ വർഷം നമുക്ക് സംസ്ഥാന തലത്തിലേക്ക് അനൈ PS എന്ന വിദ്യാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് തികച്ചും അഭിമാനാർഹമായ ഒരു വസ്തുതയാണ്. ഈ ഒരു വിജയത്തിന് പിന്നിൽ വിദ്യാർത്ഥികളാണ് പ്രധാനമായും പങ്കുവഹിച്ചതെങ്കിൽ അവരെ ഒപ്പം സഹായിക്കാനായി ലിറ്റിൽ കൈറ്റ് മിസ്ട്രസ് ആയ അഞ്ജു ടീച്ചറും അതുപോലെ തന്നെ ബിജിലി ടീച്ചറും മികവാർന്ന ഒരു പിന്തുണയാണ് നൽകിയതെന്ന് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ദേശീയപാത 66 സർവീസ് റോഡിലെ മന്ദലാംകുന്ന് കിണർ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട SDPI പുന്നൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സക്രിയ പൂക്കാട്ട് ജില്ലാ കളക്ടർക്ക് നിവേദനം സമർപ്പിച്ചു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാരുള്ള ബസ് സ്റ്റോപ്പാണ് പൊന്നാനി ചാവക്കാട് റൂട്ടിലെ മന്ദലാംകുന്ന് കിണർ. മറ്റു പല സ്റ്റോപ്പുകളിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയെങ്കിലും ഇവിടെ മാത്രം ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രവൃത്തിയും ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ച് പ്രശ്നപരിഹാരം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് SDPI കളക്ടർക്ക് നിവേദനം നൽകിയത്. പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റെഡ് ക്രോസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പറവകൾക്കായി വിദ്യാലയാങ്കണത്തിൽ പാനപാത്രങ്ങൾ സ്ഥാപിച്ചു. ചടങ്ങ് പ്രധാന അധ്യാപിക KS ജെൻസി ഉദ്ഘാടനം ചെയ്തു. അമ്പിളി പീറ്റർ പദ്ധതി വിശദീകരണം നടത്തി. കൗൺസിലർമാരായ PJ ജിൻസി, ജിംഷ ഉട്ടൂപ്പ്, ജിജി തമ്പി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ KR കൃഷ്ണകാന്ത, പ്രജ്വൽ C പ്രമോദ്, അൽന റോസ് C സാജു എന്നിവർ നേതൃത്വം നൽകി. പുന്നൂർക്കുളം ചമ്മന്നൂർ GMLP സ്കൂൾ ഇക്കോ ക്ലബിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച തുണിസഞ്ചികൾ കച്ചവട സ്ഥാപനങ്ങളിലും വീടുകളിലും വിതരണം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു, ഇക്കോ ക്ലബ് കൺവീനർ അശ്വതി ടീച്ചർ, SMC ചെയർമാൻ അലി തറയിൽ, ഷക്കീല, എബിൻ എന്നിവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ച മുതൽ കാണാതായ പഴഞ്ഞി പെരുന്തുരുത്തി സ്വദേശിയായ വ്യാപാരിയെ വീടിന് സമീപത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുന്തുരുത്തി മൂർത്താട്ട് വീട്ടിൽ കുഞ്ഞുമോന്റെ മകൻ 59 വയസ്സുള്ള മോഹനാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ടോടെ വീടിന് സമീപത്തുള്ള പാണങ്ങാട്ട് നിതീഷിന്റെ പറമ്പിലെ ആൽമറയുള്ള കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് 4:30 വീട്ടിൽ നിന്ന് പോയ മോഹനൻ പിന്നീട് തിരിച്ചെത്തിയിരുന്നില്ല. തുടർന്ന് വീട്ടുകാർ നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. തിരച്ചിലിനിടെ തിങ്കളാഴ്ച രാത്രിയോടെ തന്നെ കിണറിന് സമീപത്തു നിന്നും മൊബൈൽ ഫോൺ ലഭിച്ചതിനെ തുടർന്ന് കിണറ്റിൽ പ്രാഥമിക പരിശോധന നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായിരുന്നില്ല. പഴഞ്ഞി ജെറുസലേമിൽ ഫ്രൂട്ട്സ് കച്ചവടം നടത്തി വരികയായിരുന്നു മോഹനൻ. കച്ചവടവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകൾ ഇദ്ദേഹത്തെ അലട്ടിയിരുന്നതായി പറയുന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരം നടത്തി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,175 രൂപ. സ്വർണം പവന് 1,13,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ.
ചർമ്മം എരുമപ്പെട്ടി റംലി ഓർഫനേജിന് സമീപം താമസിക്കുന്ന CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗവുമായ കേരണ്ടകത്ത് അഷ്റഫിന്റെ ഭാര്യ സഫരിയ നിര്യാതയായി. 49 വയസ്സായിരുന്നു. ഖബറടക്കം വെള്ളിയാഴ്ച നടക്കും. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും കളത്തിലിറങ്ങി കുന്നംകുളത്തെ UDF സ്ഥാനാർത്ഥി PT അജയ് മോഹൻ രാവിലെ കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. മേഖലയിലെ മുന്നണി നേതാക്കളെയും പൗരപ്രമുഖരെയും നേരിൽ കണ്ടു. കുന്നംകുളം തിരിച്ചുപിടിക്കുമെന്ന് PT അജയ് മോഹൻ. കൊടുങ്ങല്ലൂർ മണ്ഡലം 2020 നൽകിയതോടെ അനിശ്ചിതാവസ്ഥയിലായ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ V ഗോപാലകൃഷ്ണന് ഒടുവിൽ ആശ്വാസം. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥിയായി ഗോപാലകൃഷ്ണനെ പ്രഖ്യാപിച്ചു. തൃത്താലയിൽ V ഉണ്ണികൃഷ്ണൻ മത്സരിക്കും. BJPയുടെ രണ്ടാം ഘട്ട പട്ടികയിൽ ഇടം നേടിയത് കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെ 39 പേർ. ചൂണ്ടലിൽ ലോറി ഇടിച്ച് സ്കൂട്ടർ യാത്രികയായ യുവതിക്ക് ദാരുണാന്ത്യം. ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിക്ക് പരുക്ക്. തലക്കോട്ടുകര സ്വദേശി പള്ളിക്കുളം വീട്ടിൽ റാഫിയുടെ മകൾ 20 വയസ്സുള്ള ഫർസാനയാണ് മരിച്ചത്. അപകടം ചൂണ്ടൽ പാറപ്പുറം ക്ഷേത്രത്തിന് സമീപം. ഇതോടെ വാർത്ത ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.